ഹായ് ഓൾ. ഇന്ന് ഒക്ടോബർ 2 നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസം തന്നെയാണ്. അതായത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിച്ച നമ്മുടെ മഹാത്മാഗാന്ധിജിയുടെ ജന്മദിനമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നല്ലൊരു ഫേമസ് ആയിട്ടുള്ള ഒരു മോട്ടിവേഷണൽ കോട്ടോടുകൂടി തന്നെ നമുക്ക് ഇന്നത്തെ സെഷൻ ആരംഭിക്കാം. അതായത് നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നു അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മുടെ ഫ്യൂച്ചർ ഇരിക്കുന്നത്. ഒരു എക്സാമ്പിൾ, ഒരു എക്സാമിന് നമ്മൾ പ്രിപ്പയർ ആവുക. അപ്പം എക്സാമിന് 6 months മുമ്പ് നമ്മൾ പ്രിപ്പറേഷൻ നടത്തിയെങ്കിൽ മാത്രമേ ആ ഒരു എക്സാമിന് നമുക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അല്ലാതെ എക്സാമിൻ്റെ തലേദിവസമോ 1 week മുമ്പൊക്കെ നമ്മൾ പ്രിപ്പറേഷൻ നടത്തിയിട്ട് യാതൊരു പ്രയോജനവുമില്ല. സോ ഇപ്പോഴുള്ള കാര്യങ്ങൾ ഇപ്പോൾ ചെയ്തു പോവുക. അപ്പോൾ ഇന്ന് ഗാന്ധി ജയന്തി സ്പെഷ്യൽ സെഷനാണ് നമ്മുടെ. അപ്പം നമുക്ക് ഗാന്ധിജിയെ നമുക്കറിയാം. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിജി ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള സമരത്തിൽ നമ്മുടെ ഇന്ത്യയെ നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലവും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഗാന്ധി അഡ്വക്കേറ്റ് ആയിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഒരു കരിയർ ആരംഭിക്കുന്നത്. ദക്ഷിണാഫ്രിക്കയിലെ നിന്നും അദ്ദേഹം നമ്മുടെ ഇന്ത്യയിലേക്ക് തിരിച്ചു വന്ന സമയം നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് പ്രവാസി ദിനമായിട്ടാണൊക്കെയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ചർക്കയിൽ നെയ്ത വസ്ത്രങ്ങളിൽ കൂടെയും ഒക്കെ സിംപ്ലിസിറ്റി അത് പ്രചരിപ്പിച്ച വ്യക്തിയാണ്. അതായത് ഇദ്ദേഹം സത്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് അഹിംസയിൽ കൂടി തന്നെ നമ്മുടെ ഇന്ത്യ സ്വാതന്ത്ര്യം കൈവരിക്കട്ടെ അതിനുവേണ്ടി പ്രയത്നിച്ച വ്യക്തിയാണ്. അദ്ദേഹം ഇന്ത്യയിൽ വന്നു ബ്രിട്ടീഷുകാർക്കെതിരെ ഒരുപാട് സമരങ്ങൾ നടത്തി. പക്ഷെ ഒരു സമരത്തിൽ പോലും അദ്ദേഹം അത് അഹിംസയിൽ തന്നെയായിരുന്നു അദ്ദേഹം ഉറപ്പിച്ചു വെച്ചിരുന്നു. ഒരു സമരത്തിൽ പോലും അദ്ദേഹം മറ്റുള്ളവരെ ഉപദ്രവിക്കാനോ വയലൻസിലേക്ക് പോകരുത് എന്ന് അദ്ദേഹം എപ്പോഴും ജനങ്ങൾക്ക് ഉപദേശം കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം സമരങ്ങളൊന്നും തുടങ്ങിയ സമയത്ത് നമ്മുടെ ബ്രിട്ടീഷുകാർ ഒരിക്കലും ഓർത്തില്ല അത് ഇത്രയും വലിയൊരു ജനങ്ങളുടെ ഒരു പിന്തുണ അദ്ദേഹത്തിന് കിട്ടുമെന്ന്. പക്ഷേ അദ്ദേഹം നമ്മുടെ ഇന്ത്യയിൽ വന്നു കഴിഞ്ഞ് തന്നെ അദ്ദേഹം ആദ്യം നടത്തിയ സമരം നമുക്കറിയാം. ചമ്പാരനിൽ നിന്നാണ് അദ്ദേഹം സമരം ആരംഭിക്കുന്നത്. ചമ്പാരൻ ഇന്ത്യയിലെ ഗാന്ധിജിയുടെ സാധാരണ ഒരു സമരം തന്നെയായിരുന്നു. പക്ഷെ പിന്നീട് അദ്ദേഹം തൻ്റെ ആയുധം നിരാഹാര സമരം അദ്ദേഹം അഹമ്മദാബാദ് മിൽ സമരത്തിൽ കൂടി അത് പുറത്തെടുക്കുകയായിരുന്നു. നിരാഹാരം കിടന്നിട്ടാണ് അഹമ്മദാബാദിലെ തൊഴിലാളികൾക്ക് വേണ്ടി അദ്ദേഹം സമരം നടത്തുന്നത്. പിന്നെ ബ്രിട്ടീഷുകാർ ഇവിടെ കൊണ്ടുവന്ന ക്രൂരമായ ഒരു നിയമം ഉണ്ടായിരുന്നു, റൗലക്റ്റ് ആക്ട്. ഈ റൗലക്റ്റ് ആക്ടിനെതിരെയും അദ്ദേഹം പ്രതികരിച്ചു. അപ്പൊ ഈ റൗലക്റ്റ് ആക്ട് പിന്നീട് ജാലിയൻ വാലാബാഗിന് വഴിതെളിച്ചു. അപ്പൊ ആ സമയത്ത് ഇദ്ദേഹം നടത്തിയ സമരങ്ങളിൽ കൂടിയാണ് ഇദ്ദേഹത്തെ ലോകം മുഴുവനും അറിയപ്പെടുന്ന ഒരു നേതാവാക്കി മാറ്റുന്നത്. പിന്നീട് 1920 നിസ്സഹകരണമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇന്ത്യയിലെ ആദ്യത്തെ ബഹുജന പ്രക്ഷോഭം. ഈ നിസ്സഹകരണം പരാജയപ്പെടാനുള്ള കാരണം നമുക്കറിയാം. അതെന്തായിരുന്നു? നിസ്സഹകരണം പരാജയം എന്ന് പറയാൻ പറ്റില്ല. ഗാന്ധിജി ഇടയ്ക്ക് വെച്ച് നിർത്തിവെച്ചു. കാരണം എന്താണ്? അത് അഹിംസയിൽ ഉറപ്പിച്ച ഒരു നോൺ വയലൻസ് ആയിരുന്നു ഗാന്ധിജി പറഞ്ഞിരുന്നത്. പക്ഷേ അതിന് വിപരീതമായ ചില കാര്യങ്ങളൊക്കെ നിസ്സഹകരണത്തിലുണ്ടായി. അതായത് ഉത്തർപ്രദേശ് ഗോരഖ്പൂർ ജില്ല ചൗരി ചൗര എന്ന ഗ്രാമം, അവിടെ ഗാന്ധിജിയുടെ നിസ്സഹകരണത്തെ സപ്പോർട്ട് ചെയ്ത ഒരു കൂട്ടം ആളുകളെ പോലീസ് വെടിവെച്ചു. ജനങ്ങൾ തിരിച്ച് പോലീസ് സ്റ്റേഷന് തീയിട്ടു. 22 പോലീസുകാർ മരിച്ചു. ഈ സംഭവം ചൗരി ചൗര ഗാന്ധിജിയെ വളരെ വിഷമിപ്പിച്ചു. കാരണം ഞാൻ നിസ്സഹകരണം പറഞ്ഞപ്പോഴേ പറഞ്ഞു നോൺ വയലൻസ്, നമ്മൾ ആരെയും ഉപദ്രവിക്കരുത്. പക്ഷെ അതിനെതിരായിട്ട് നിങ്ങൾ പ്രവർത്തിച്ചു. അതുകൊണ്ട് അദ്ദേഹം ആദ്യത്തെ ബഹുജന പ്രക്ഷോഭം, അതായത് INCയുടെ നേതൃത്വത്തിൽ നടത്തിയ ആദ്യത്തെ ബഹുജന പ്രക്ഷോഭം നിസ്സഹകരണം നിർത്തിവെക്കുക തന്നെ ചെയ്തു. എന്നാൽ പിന്നീട് സിവിൽ നിയമലംഘന പ്രസ്ഥാനം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ എവിടെയൊക്കെ ചില ആക്രമണങ്ങളൊക്കെ വന്നു. പക്ഷെ അവിടെ ഗാന്ധിജി മാക്സിമം അത് വിജയത്തിലെത്തിക്കാനായിട്ട് ശ്രമിച്ചു. പക്ഷെ അതിനു മുമ്പ് തന്നെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. പിന്നീട് ഈ റൗണ്ട് ടേബിൾ, നമ്മുടെ വട്ടമേശ സമ്മേളനങ്ങൾ നടക്കുന്നു. ആ സമയത്തൊക്കെ നമ്മുടെ ഇന്ത്യ ഡിവൈഡ് ചെയ്യരുത്, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഒരിക്കലും വിഭജിക്കരുത് എന്ന് ആഗ്രഹിച്ച വ്യക്തിയാണ് മഹാത്മാഗാന്ധിജി. അതിനുശേഷമാണ് അദ്ദേഹം സ്ലൈഡിലെ നമുക്ക് പിന്നീട് നോക്കാം ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റും ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ തൻ്റെ കൃതികളിൽ കൂടെ അല്ലെങ്കിൽ തൻ്റെ പത്രങ്ങളിൽ കൂടെ ലോകമെമ്പാടും ഇന്ത്യയിലുള്ള ജനങ്ങളുടെ വിഷമങ്ങൾ അറിയിക്കുകയും ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള സമരത്തിൽ നമ്മളെ ഒന്നിപ്പിക്കുകയും ചെയ്ത ഒരു പ്രധാനപ്പെട്ട വ്യക്തി തന്നെയാണ് നമ്മുടെ മഹാത്മാഗാന്ധിജി എന്ന് പറയുന്നത്.
അപ്പോൾ അദ്ദേഹത്തിൻ്റെ നമുക്കറിയാം നമ്മുടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിന ആഘോഷങ്ങളൊക്കെ നടക്കുന്ന സമയങ്ങളിൽ പോലും അദ്ദേഹം വർഗീയതയുള്ള സ്ഥലങ്ങളിൽ ജനങ്ങളെ ആശ്വസിപ്പിക്കുകയാണ്. അതല്ലാതെ അദ്ദേഹം അതിൻ്റെ സെലിബ്രേഷനിൽ ഒന്നും പങ്കെടുക്കാതെ നമ്മുടെ ഇന്ത്യക്ക് വേണ്ടിയിട്ട്, ഇന്ത്യയിലെ ജനങ്ങളെ ഒരുമിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒത്തൊരുമയോടെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒന്നായി ജീവിക്കണം, ഇന്ത്യ ഒരൊറ്റ രാജ്യമായി മുന്നോട്ട് പോകണം എന്നാഗ്രഹിച്ച വ്യക്തിയാണ് മഹാത്മാഗാന്ധിജി. അദ്ദേഹം 5 പ്രാവശ്യം നമ്മുടെ കേരളം സന്ദർശിച്ചിട്ടുണ്ട്. അതും കൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ അദ്ദേഹത്തിൻ്റെതായ ദണ്ഡി മാർച്ചൊക്കെ അദ്ദേഹം ഉപ്പ് സത്യാഗ്രഹത്തിന്റെ ഭാഗമായിട്ട് നടത്തിയതാണ്. ആ സമയത്തൊക്കെ അദ്ദേഹത്തിന് ഒരുപാട് ജനപങ്കാളിത്തം, ജനങ്ങളുടെ സപ്പോർട്ടുകൾ കിട്ടിയിട്ടുണ്ട്. അതും കൂടെ ഓർത്ത് വെച്ചേക്കുക. നെക്സ്റ്റ് വൺ, ഗാന്ധിജി INCയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന പ്രക്ഷോഭമായിരുന്നു ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഗാന്ധിജി INCയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന പ്രക്ഷോഭമാണ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഗാന്ധിജിയാണ് നടത്തിയതെങ്കിലും ബോംബെയിലെ ഗോവാലിയ ടാങ്ക് മൈതാനത്തിൽ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് അവതരിപ്പിക്കുന്നത് നെഹ്റുവാണ്. ഇവർ രണ്ടുപേരുമാണ് ഇതിൻ്റെ സൂത്രധാരന്മാരെന്നറിയപ്പെടുന്നത്. നെഹ്റുവാണ്. അപ്പോൾ ഈ മൂവ്മെന്റ് 1942 ഓഗസ്റ്റ് 8 നമ്മുടെ സ്വാതന്ത്ര്യ സമരം, ബ്രിട്ടീഷുകാര് നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം തന്നു. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമായത് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് തന്നെയാണ്. അതായത് ഇതിനു മുമ്പ് നമ്മുടെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വിൻസ്റ്റൺ ചർച്ചിൽ സെക്കൻഡ് വേൾഡ് വാർ നടക്കുന്ന സമയമാണ്. നമ്മുടെ ഇന്ത്യയുടെ സഹായം ചോദിച്ചുകൊണ്ട് ക്രിപ്സ് മിഷനെ ഇന്ത്യയിലേക്ക് വിടുന്നുണ്ട്. അപ്പോൾ ഈ ക്രിപ്സ് മിഷൻ ഇന്ത്യയിലേക്ക് വന്നപ്പോൾ നമ്മൾ പറഞ്ഞു സഹായിക്കാം. പക്ഷെ ഒരു കാര്യമാണ്, എത്രയും പെട്ടെന്ന് ഒരു ഇൻ്റർട്രീം ഗവൺമെൻറ്, ഒരിടക്കാല ഗവൺമെൻറ് ഞങ്ങൾക്ക് അത് വേണം. ഒരിടക്കാല ഗവൺമെൻറ് വേണം. നമ്മുടെ എത്രയും പെട്ടെന്ന് ഒരിടക്കാല ഗവൺമെൻറ് എന്ന ആശയം ബ്രിട്ടൻ അംഗീകരിച്ചില്ല. അതോടെ അവർ പോയി. അങ്ങനെ ആ ക്രിപ്സ് മിഷൻ പരാജയപ്പെട്ടപ്പോഴാണ് ഗാന്ധിജി INCയുടെ നേതൃത്വത്തിലുള്ള അവസാനത്തെ ബഹുജന പ്രക്ഷോഭം ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് അവതരിപ്പിക്കുന്നത്. ബോംബെയിലെ ഗോവാലിയ ടാങ്ക് മൈതാനത്ത് നെഹ്റുവാണിത് പ്രമേയം അവതരിപ്പിച്ചത്. പക്ഷെ ഗാന്ധിജി അടക്കമുള്ള പ്രമുഖരായ പല വ്യക്തികളെയും അറസ്റ്റ് ചെയ്തു. അപ്പൊ ഗാന്ധിജി ആ സമയത്ത് നമുക്ക് തന്ന ക്വിറ്റ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി തന്ന ഒരു മെസ്സേജാണ് ഡു ഓർ ഡൈ, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. പക്ഷെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ, ക്വിറ്റ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ ജനങ്ങളിലെത്തിച്ച ഗാന്ധിജിയുടെ പത്രം ഹരിജനാണ്. ഇതിൽ കുറഞ്ഞിട്ട് ഞങ്ങൾക്കൊന്നും വേണ്ട എന്ന രീതിയിലാണ് പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ലീഡേഴ്സ് അരുൺ ആസിഫ് അലി, അതുപോലെ തന്നെ ഉഷാ മേത്ത. കാരണം ഗാന്ധിജി അറസ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തവരാണ് അരുൺ ആസിഫ് അലി, അതേപോലെ തന്നെ ഉഷാ മേത്ത, ബിജു പട്നായിക്, സുചേത കൃപലാനി, ജയപ്രകാശ് നാരായണനും ഒക്കെ ഈ ഉപ്പ് സത്യാഗ്രഹത്തിന് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിന് ഗാന്ധിജി അറസ്റ്റ് ചെയ്തതിന് ശേഷം ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിന് നേതൃത്വം കൊടുത്തവരാണ് ഇവരെല്ലാം. അപ്പോൾ ഈ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് കഴിഞ്ഞപ്പോൾ ബ്രിട്ടീഷുകാർക്ക് മനസ്സിലായി ഇനിയിപ്പോൾ നമുക്കിവിടെ അധികകാലം നിന്നിട്ട് കാര്യമില്ല, ഇന്ത്യക്കാരൊക്കെ കുറേ ഓർഗനൈസ്ഡായി, അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മുടെ ഇവിടെ നിന്ന് പോണമെന്ന് ഇവർ ചിന്തിക്കുകയുണ്ടായി. കാരണം സെക്കൻഡ് വേൾഡ് വാറിൽ ബ്രിട്ടൻ അത്യാവശ്യം പരാജയമൊക്കെ നേരിടാൻ തുടങ്ങി. അപ്പോൾ എത്രയും പെട്ടെന്ന് പിടിച്ചടക്കിയ സ്ഥലങ്ങളൊക്കെ വിട്ടുകൊടുക്കുക. മാത്രമല്ല ഇന്ത്യക്കാരും കുറച്ച് സ്ട്രോങ് ആയി. അപ്പോൾ ഇന്ത്യക്ക് എത്രയും പെട്ടെന്ന് അധികാരം കൊടുക്കണമെന്ന് അവർ വിചാരിക്കുകയും ആ സമയത്ത് അവിടെ ലേബർ പാർട്ടി അധികാരത്തിൽ വരികയും ചെയ്തു. ഇത് പാർട്ടിയാണ് ലേബർ പാർട്ടി. ഈ ലേബർ പാർട്ടിയുടെ നേതാവ് ക്ലെമന്റ് ആറ്റ്ലിയാണ്. അപ്പം ഇന്ത്യൻ ജനതയ്ക്ക് അവരുടെ പരമമായ അധികാര കൈമാറ്റം എന്ന പ്രഖ്യാപനം ക്ലെമന്റ് ആറ്റ്ലി നടത്തുകയും ചെയ്തു. അപ്പം പിന്നീട് വന്ന ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് പ്രകാരം ബ്രിട്ടീഷുകാർ നമ്മുടെ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഒരുപാട് ആക്ട് പാസ്സാക്കിയിട്ടുണ്ട്. പക്ഷേ അവസാനമായിട്ട് പാസ്സാക്കിയ ആക്റ്റാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട്. ഈ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് വഴിയാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത്. ആ സമയത്ത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലെമന്റ് ആറ്റ്ലിയാണ്. രാജാവ് ജോർജ് 6-മനാണ്, 5-മനല്ല 6-മനാണ്. ഇത് പാർലമെന്റ് അംഗീകരിച്ചു. പിന്നീട് ജൂലൈ 18 രാജാവിൻ്റെ അംഗീകാരം കിട്ടുന്നത്. അങ്ങനെ
അങ്ങനെ 1947 ഓഗസ്റ്റ് 15-ന് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് പ്രകാരം നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിരിക്കുകയാണ്. അങ്ങനെ നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസം അർദ്ധരാത്രിയിൽ ഭരണഘടനാ നിർമ്മാണ സഭയെ അഭിസംബോധന ചെയ്തുകൊണ്ട് നമ്മുടെ നെഹ്റു സംസാരിക്കുകയുണ്ടായി. അപ്പോൾ അതിനെയാണ് അദ്ദേഹം പറയുന്ന വിധിയുമായിട്ടുള്ള കൂടിക്കാഴ്ച. അപ്പം നെഹ്റു, ഗാന്ധിജി, അതുപോലെ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ഒരുപാട് വ്യക്തികൾ അവരുടെയൊക്കെ കഠിനമായ പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. എങ്കിലും അവരാഗ്രഹിച്ച രീതിയിൽ ഒരു ലെവലിലേക്ക് നമുക്ക് എത്താൻ പറ്റിയില്ല. കാരണം ഡിവിഷൻ അവരെല്ലാവരും എതിർത്തവരാണ്. നമ്മുടെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എടുക്കുമ്പോൾ തന്നെ ആ ഇന്ത്യ നേരിട്ട ഏറ്റവും വലിയൊരു വെല്ലുവിളി തന്നെയായിരുന്നു വിഭജനം, അഭയാർത്ഥി പ്രവാഹം, മത തീവ്രത. ഇതൊക്കെ നമ്മൾ അനുഭവിച്ചതാണ് പിന്നീട്. അപ്പം അങ്ങനെ ഒരു വിഭജനം ഉണ്ടാകാതിരിക്കാൻ ഇവർ മാക്സിമം ശ്രമിച്ചു. പക്ഷെ അത് സക്സസ് ആയില്ല. നമ്മുടെ ഇന്ത്യ എന്നും പാകിസ്ഥാൻ എന്നും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. ഓഗസ്റ്റ് 15-ന് നമ്മൾ സ്വാതന്ത്ര്യം കിട്ടിയപ്പം ഓഗസ്റ്റ് 14-ന് അവർക്ക് സ്വാതന്ത്ര്യം കിട്ടി. പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യം, മൗണ്ട് ബാറ്റൺ പ്രഭു നമ്മുടെ ഇന്ത്യ എന്നും പാകിസ്ഥാൻ എന്നും തിരിക്കാൻ ഇങ്ങോട്ട് വന്നു. എന്നിട്ട് പറഞ്ഞു, മുസ്ലിങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ അവർക്ക് കൂടുതലുള്ള സ്ഥലത്ത് അവർക്കായിട്ടൊരു രാജ്യം കിട്ടട്ടെ, അതിൽ വലിയ പ്രശ്നമൊന്നുമില്ല. അങ്ങനെ മൗണ്ട് ബാറ്റൺ പ്രഭു ഇവിടെ വന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മളെ ഡിവൈഡ് ചെയ്തു, നമുക്ക് രണ്ടായിട്ട് മാറി. അപ്പോൾ അവർ ആഗ്രഹിച്ച ലെവലിലേക്ക് നമ്മൾ എത്തിയില്ല. ഇത് ഗാന്ധിജി പറഞ്ഞതുപോലെ തന്നെ നമുക്ക് വളരെ വലിയ മതപരമായിട്ടുള്ള ആ ഒരു ഇഷ്യൂസ് വളരെ വലുതായിട്ട് തന്നെ നമുക്ക് വിഭജന ശേഷവും ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഈ ദിവസത്തിൽ നമുക്ക് ഗാന്ധിജിയും അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻസും ഒക്കെ ഒന്ന് ഓർക്കാം. മത്സര പരീക്ഷകളിൽ സാധാരണയായിട്ട് ചോദിക്കുന്ന ഭാഗം തന്നെയാണ്. അപ്പോൾ ഇതുപോലെയൊക്കെ ഒരുപാട് സെഷൻസ് നമ്മുടെ ചാനലിലുണ്ട്. അത് കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ ADA24/7 മലയാളം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ നമ്മുടെ പ്രോഡക്റ്റ്സ് ഒക്കെ അവൈലബിൾ ആണ്. ഇന്ന് പ്രോഡക്ട്സിനൊക്കെ മാക്സിമം ഡിസ്കൗണ്ട് ഉണ്ട്. അപ്പോൾ പ്രോഡക്റ്റ് ഒക്കെ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ Y362 Y362 എന്ന ഡിസ്കൗണ്ട് കോഡ് ഉപയോഗിച്ച് പർച്ചേസ് ചെയ്യണം. അപ്പം എന്നിട്ട് നമ്മുടെ ആപ്പ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ADA24/7 എക്സാം പ്രിപ്പറേഷൻ ടു സെലക്ഷൻ കൊടുക്കണം. രണ്ടാമത് സ്റ്റേറ്റ് എക്സാമും മൂന്നാമത് കേരളയുണ്ട്. അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും കോഴ്സ് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ കോഴ്സ് കാണാൻ പറ്റും. അതേപോലെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ഇങ്ങനെ അറിയില്ലെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ തൊട്ട് താഴെയുണ്ട്. ആ രീതിയിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഈ കോഴ്സൊക്കെ പർച്ചേസ് ചെയ്യാൻ അറിയാൻ വയ്യാത്തൊരു ജസ്റ്റ് ഒന്ന് നോക്കുക എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ നിങ്ങൾ പ്ലേ സ്റ്റോറിലേക്ക് പോയാൽ മതി. ADA24/7 മലയാളവും ഉണ്ട്. ഇവിടെ നമ്മുടെ പ്രോഡക്റ്റൊക്കെ കാണാം. അപ്പോൾ ഈ പ്രോഡക്ട്സ് ഇപ്പം നിങ്ങൾക്കിപ്പം നമ്മൾ ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റിൻ്റെ ഒരു ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഏതാണോ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യേണ്ടത് അത് ചെയ്യാം. ഇവിടെ ബൈ നൗ കൊടുക്കുക. ബൈ നൗ കൊടുക്കുമ്പോൾ അവിടെ ഒരു ഡിസ്കൗണ്ട് കോഡ് ചോദിക്കും. Y362 Y362 അപ്ലൈ ചെയ്താൽ മതി. 780 രൂപയാണ് നമ്മുടെ ഡിസ്കൗണ്ട് ഒക്കെ കഴിഞ്ഞിട്ട് പ്രൈസ്. ഫിൽ ഡീറ്റെയിൽസിൽ പേരും ഫോൺ നമ്പറും ദെൻ പേയ്മെൻറ്റ് കൊടുത്ത് കോഴ്സൊക്കെ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് പർച്ചേസ് ചെയ്യാം. പർച്ചേസ് ചെയ്തതിന് ശേഷം കോഴ്സ് കാണാനായിട്ട് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാം. മൈ കോണ്ടന്റിൽ കോഴ്സ് ഉണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഓൾ.